നമസ്കാരം. ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ ഒരു പുതിയ വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഒരു പ്രധാന അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കേരള സർക്കാർ 2026 ജൂൺ മാസത്തെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി 128.59 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. ഈ തുക സംസ്ഥാനത്തെ 6.5 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കാണ് ലഭ്യമാകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. പലർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ഒന്നാണെന്നൊരു ധാരണയുണ്ട്. പക്ഷേ അത് ശരിയല്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർ ഒരു വിഭാഗമാണ്. അതേസമയം വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായിരുന്ന തൊഴിലാളികൾക്ക് ലഭിക്കുന്ന പെൻഷൻ മറ്റൊരു വിഭാഗമാണ്. ഉദാഹരണത്തിന് നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, വ്യാപാര വ്യവസായ മേഖലയിലെ ചില തൊഴിലാളികൾ തുടങ്ങി വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ അംഗത്വമുള്ളവർക്ക് ഈ പെൻഷൻ ലഭിക്കുന്നതാണ്. ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്ന 128.59 കോടി രൂപ ഒരു മാസത്തെ വാർദ്ധക്യ അല്ലെങ്കിൽ വിരമിക്കൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായിട്ടാണ്. ഈ തുക വൈകല്യ പെൻഷൻ, കുടുംബ പെൻഷൻ, കുടിശ്ശിക തുടങ്ങിയ മറ്റ് ആനുകൂല്യങ്ങൾക്കല്ല എന്ന കാര്യവും സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഒരു സുപ്രധാന കാര്യം. ഈ പെൻഷൻ വിതരണം ജൂൺ 24 മുതൽ ജൂൺ 3 വരെ പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ക്ഷേമനിധി ബോർഡുകളും നിശ്ചിത സമയപരിധിക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കേണ്ടതാണ്. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എനിക്കിതുവരെ പെൻഷൻ ലഭിച്ചില്ല, എന്തു ചെയ്യണം? ആദ്യം നിങ്ങൾ ഏത് ക്ഷേമനിധി ബോർഡിലാണ് അംഗമെന്ന് ഉറപ്പാക്കുക. അതിനുശേഷം ആ ബോർഡിൻ്റെ ഓഫീസിലോ ബന്ധപ്പെട്ട അധികാരികളോടോ ബന്ധപ്പെടുക. ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളിലുണ്ടായ മാറ്റം, രേഖകളിലെ അപാകത അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും വിതരണം വൈകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആശങ്കപ്പെടാതെ ആദ്യം ഔദ്യോഗികമായി വിവരം അന്വേഷിക്കുക. സർക്കാർ മറ്റൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒരു വ്യക്തി ഒന്നിലധികം ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇത്തരം കേസുകൾ കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ വിതരണം ചെയ്യാതെ ശേഷിക്കുന്ന തുക സമയബന്ധിതമായി സർക്കാരിന് തിരിച്ച് അടയ്ക്കണമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനാൽ പെൻഷൻ വിതരണം കൂടുതൽ സുതാര്യമായും സമയബന്ധിതമായും നടത്തുക എന്നതാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും എല്ലാവർക്കും പുതിയ പെൻഷൻ തുക വർദ്ധിപ്പിച്ചു, ഇന്ന് എല്ലാവരുടെയും അക്കൗണ്ടിൽ പണമെത്തും എന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത സന്ദേശങ്ങൾ പ്രചരിക്കാറുണ്ട്. ഇത്തരം സന്ദേശങ്ങൾ വിശ്വസിക്കുന്നതിന് മുൻപേ ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിക്കുക. കാരണം തെറ്റായ വിവരങ്ങൾ പലരിലും അനാവശ്യ ആശങ്ക സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഈ പെൻഷൻ്റെ ഗുണഭോക്താവാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുകയും ആവശ്യമായാൽ ബന്ധപ്പെട്ട ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെടുകയും ചെയ്യുക. ഇത്തരം സർക്കാർ പദ്ധതികൾ, പെൻഷൻ അപ്ഡേറ്റുകൾ, റേഷൻ, സാമ്പത്തിക സഹായങ്ങൾ, പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ അറിയിപ്പുകൾ എന്നിവ കൃത്യമായി അറിയാൻ ഇൻഫോ മീഡിയ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.